കിടപ്പ് രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ചികിത്സാ പരിചരണ ഭാരം ലഘൂകരിക്കുന്നതിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര ആവിഷ്കരിച്ച ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നാളെ അണക്കര അച്ചൂസ് ബിൽഡിംഗിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വീടുകളിൽ കിടപ്പിലായി കഴിയുന്ന രോഗികൾക്ക് ചികിത്സയും പരിചരണത്തിന്റെയും ഭാഗമായി ആവശ്യമായി വരുന്ന വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ പല കുടുംബങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മെച്ചപ്പെട്ട പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് ലൈബ്രറി ആരംഭിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സാബു കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. റോട്ടറിയുടെ ഇന്റർനാഷണൽ തീമായ ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഹോപ്പ്, അതുപോലെ ഡിസ്ട്രിക്ട് തീമായ ഹോപ്പ്, ഹോപ്പ് പ്ലസ് എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് ഒരു പെട്ടെന്ന് രോഗിയായി തീരുന്ന ഒരു മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ബെഡിന്റെ ആവശ്യം വരും, ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യം വരും, അതുപോലെ വീൽ ചെയറുകള്, IV സ്റ്റാൻഡുകള്, അങ്ങനെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗ ആവശ്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഇത് ഉടനെ പോയി വാങ്ങാനായിട്ട് സാധ്യതയുള്ള വളരെ ചുരുക്കം ചിലരെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ എക്യുപ്മെന്റ്സ് അവർക്ക് എടുക്കുകയും, അതായത് ഒരു ലൈബ്രറി പോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എക്യുപ്മെന്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ആവശ്യത്തിന് ശേഷം നമുക്ക് അത് തിരികെ നമ്മുടെ സെന്ററിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ ഒരു പദ്ധതിയാണ് ഇതിന്റെ കീഴിൽ ഒപ്പം എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി ആയിട്ട് ആരംഭിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ റോട്ടറിയുടെ പ്രവർത്തകർ തന്നെയാണ് ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ ഇതിന് പബ്ലിക്കിന്റെ കൂടി ഒരു സപ്പോർട്ട് കൂടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റോട്ടറി സെന്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിൽ അണക്കരയിൽ ഞങ്ങളൊരു സംരംഭം ആരംഭിക്കുകയാണ്. ഇതിലൂടെ റോട്ടറി മെമ്പേഴ്സിനും റോട്ടറി അംഗങ്ങളല്ലാത്തവർക്കും സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉതകുന്ന സംഭാവനകൾ ഇതിൽ നൽകുകയും ഇതിലൂടെ അവരുടെ റോട്ടറിയുടെ പ്രവർത്തനത്തിൽ റോട്ടറി അംഗങ്ങളല്ലാത്തവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ ശുപാർശക്കത്ത് ഹാജരാക്കുന്നവർക്ക് ആശുപത്രി കിടക്കകൾ, വാട്ടർ ബെഡുകൾ, ഓക്സിജൻ ബെഡുകൾ, വീൽ ചെയറുകൾ ഉൾപ്പെടെ പാലിയേറ്റീവ് പരിചരണത്തിന് ആവശ്യമായ വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാക്കും. രോഗിയുടെ ഉപയോഗം കഴിഞ്ഞാൽ ഉപകരണങ്ങൾ തിരികെ ലൈബ്രറിയിൽ ഏൽപ്പിച്ച് മറ്റ് രോഗികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഓരോ ഉപകരണം നിരവധി കുടുംബങ്ങൾക്ക് തുടർച്ചയായി പ്രയോജനപ്പെടുന്ന സംവിധാനമാണ് ഒരുങ്ങുന്നത്. പദ്ധതിയുടെ വിജയത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനും റോട്ടറി ക്ലബ്ബ് പ്രാധാന്യം നൽകുന്നുണ്ട്. പുതിയ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ സംഭാവന ചെയ്യുന്നതിനും വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള ഉപയോഗയോഗ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ലൈബ്രറിയിലേക്ക് കൈമാറുന്നതിനും അവസരമുണ്ട്. സംഭാവന ചെയ്യുന്ന ഓരോ ഉപകരണവും എത്ര രോഗികൾക്ക് പ്രയോജനപ്പെടുമെന്ന വിവരം 3 മാസത്തിലൊരിക്കൽ ദാതാക്കളെ അറിയിക്കുമെന്നും ഇതിലൂടെ കൂടുതൽ ആളുകളെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു കെ തോമസ്, റോബിൻ തൊട്ടയിൽ, ജോമി പയ്യലുമുറി, സാബു വയലിൽ, മാണി ഇരുമേട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.